മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. പണയം എന്ന കഥ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒട്ടേറെ ത്യാഗം സഹിച്ച് രാപ്പകൽ ഭേദമില്ലാതെ അധ്വാനിച്ച് കുറേ പണം സ്വരൂപിച്ച് പല ശീലങ്ങളും ഉപേക്ഷിച്ച് ചാക്കുണ്ണി റേഡിയോ വാങ്ങുന്നു. ഒരു അത്യാവശ്യ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അത് പണയം വെക്കേണ്ടി വരുന്നു. അയാളുടെ ജീവിതം അതോടെ മാറി മറിയുന്നു. അയാളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്ന ആ റേഡിയോ പണയം വയ്ക്കുന്നത് തൻ്റെ കുഞ്ഞിന് മരുന്ന് വാങ്ങാൻ പണമില്ലാതെ വന്നപ്പോഴാണ്. പണയം വെച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചാക്കുണ്ണി വീണ്ടും മത്തായിയുടെ വീട്ടിലേക്ക് വരുന്നു. റേഡിയോയിലിടാനുള്ള ബാറ്ററിയും കൊണ്ടാണ് അദ്ദേഹം വന്നത്. ചാക്കുണ്ണിയെ കണ്ടപ്പോൾ മത്തായിക്ക് തന്നെ അത്ഭുതമാവുന്നു. കാരണം അത്രയ്ക്ക് ക്ഷീണിച്ചിട്ടുണ്ട് ചാക്കുണ്ണി. അതിനുശേഷമുള്ള ഭാഗങ്ങൾ നോക്കൂ. നിനക്കിപ്പോൾ പണിയൊന്നുമില്ലേ ചാക്കുണ്ണിയെ? ചാക്കുണ്ണി ബാറ്ററി പൊതി തുറന്ന് ദൈന്യത്തോടെ അയാളെ നോക്കുക മാത്രം ചെയ്തു. മത്തായി തൻ്റെ കണക്ക് പുസ്തകം തുറന്നു. അതിൽ ചാക്കുണ്ണിയുടെ പണയ മുതലിൻ്റെ നമ്പർ രേഖപ്പെടുത്തിയത് ഉറക്കെ വായിച്ചു. പിന്നെ അകത്തേക്ക് നീട്ടി വിളിച്ചു. കുഞ്ഞനം 129 ഇങ്ങോട്ടെടുത്തോട്ടാ. മത്തായി മുറ്റത്ത് നിൽക്കുന്ന ചാക്കുണ്ണിയോട് ചോദിച്ചു. അല്ല, നീ ഈ പലിശയും അടച്ചിട്ടില്ലല്ലോടാ. ഇതെന്താ കഥ? ഞാൻ കുറച്ചുകൂടി കാക്കും. പിന്നെ റേഡിയോയാണോ സിനിമയാണോ എന്നൊന്നും നോക്കില്ല. അങ്ങോട്ട് കിട്ടിയ കാശിന് വിൽക്കും. അതാ ഇവിടത്തെ ഒരു രീതി. ഒരു തുണിസഞ്ചിയിൽ പണയ മുതലുമായി കുഞ്ഞനം വന്നു. അവർ അത് തിണ്ണയിൽ വച്ച ശേഷം മടങ്ങിപ്പോയി. നീ തിണ്ണയിലേക്കിരുന്നോ, വെറുതെ മുറ്റത്ത് നിൽക്കണ്ട. മത്തായി വിശാല മനസ്കനായി. കുപ്പായം ഒന്നുകൂടി വീശിക്കൊണ്ട് അയാൾ തുടർന്നു. പിന്നെ പാട്ടോ പെരട്ടോ എന്താന്ന് വച്ചാൽ കേട്ടോ. ചാക്കുണ്ണിയുടെ രൂപം കണ്ടാവണം തനിക്ക് പണിയൊന്നുമില്ലേ എന്ന് മത്തായി ചോദിക്കുന്നു. ചാക്കുണ്ണി ആ ബാറ്ററി പൊതി തുറന്ന് ദീനതയോടുകൂടി, വളരെ വിഷമത്തോടുകൂടി മത്തായിയെ നോക്കുക മാത്രം ചെയ്തു. മത്തായി പണയ മുതലിൻ്റെ കണക്കൊക്കെ എഴുതി വയ്ക്കുന്ന പുസ്തകം തുറന്നു. അതിൽ ചാക്കുണ്ണിയുടെ പണയ മുതലിൻ്റെ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉറക്കെ വായിച്ചു. എന്നിട്ട് ഭാര്യയോട് ആ 29 നമ്പർ പണയവസ്തു ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയുന്നു. മുറ്റത്ത് നിൽക്കുന്ന ചാക്കുണ്ണിയോട് പിന്നീട് പറയുന്നത് എന്താണ്? നീ പലിശയും അടച്ചിട്ടില്ല. ഇതെന്താ കഥ? കുറച്ചുകൂടി കഴിഞ്ഞാൽ ഞാൻ എല്ലാ പണയവസ്തു പോലെ നിൻ്റെ റേഡിയോയും എന്ത് ചെയ്യും? ഞാൻ കിട്ടിയ കാശിന് വിൽക്കും. അതായത് റേഡിയോ ആണോ സിനിമയാണോ എന്നൊന്നും ഞാൻ നോക്കില്ല. അതാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് മത്തായി പറയുന്നു. പണമുണ്ടാക്കുന്നതിലല്ലാതെ മറ്റൊന്നിലും ചെമ്പു മത്തായിക്ക് താല്പര്യമില്ല. കലയും സംഗീതമൊന്നും അയാളുടെ വിഷയമല്ല. അതുകൊണ്ടാണ് അദ്ദേഹം റേഡിയോ ആണോ സിനിമ ആണോ എന്നൊന്നും നോക്കില്ല, ഞാനത് കിട്ടിയ കാശിന് വിൽക്കുമെന്ന് പറയുന്നത്. അതായത് ആ റേഡിയോയുടെ വില അദ്ദേഹത്തിന് മനസ്സിലാവില്ല. മത്തായി അല്പം വിശാല മനസ്കതയോടുകൂടി ചാക്കുണ്ണിയോട് പറയുന്നു, മുറ്റത്ത് നിൽക്കണ്ട, തിണ്ണയിലേക്ക് കയറിയിരുന്നോളൂ എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ആ ദയനീയമായ അവസ്ഥ കണ്ടിട്ടാവാം അല്ലേ പാട്ടോ പെരട്ടോ എന്താന്ന് വെച്ചാൽ കേട്ടോ എന്ന് ചാക്കുണ്ണിയോട് പറയുകയും ചെയ്യുന്നു. തുണിസഞ്ചി തുറന്ന് ചാക്കുണ്ണി റേഡിയോയെ തൊട്ടു നോക്കി. അയാളുടെ കണ്ണുകൾ വിടർന്നിരുന്നു. പിറകിലെ ഭാഗത്തെ കുട്ടിയുടെ ചിത്രത്തിലേക്ക് അയാൾ ഉറ്റുനോക്കി. പിന്നെ അടപ്പൂരി 2 ബാറ്ററികളും അതിലിട്ടു. റേഡിയോ ഓൺ ചെയ്തപ്പോൾ കുട്ടികളുടെ പാട്ട് കേട്ടു. ആരോ താളമടിക്കുന്നു, തപ്പുകൊട്ടുന്നു. തിണ്ണയിലിരുന്ന് ചാക്കുണ്ണി അത് ശ്രദ്ധിച്ചു. പതുക്കെ തലയാട്ടി. ഇതെന്താ ചാക്കുണ്ണിയെ, കുട്ടികളുടെ പാട്ടോ? ബാലമണ്ഡലം, ചാക്കുണ്ണി മെല്ലിച്ച ഒച്ചയിൽ പറഞ്ഞു. ഞായറാഴ്ച രാവിലെ അതാ സ്പെഷ്യല്. ചെമ്പുമത്തായി അത് കേൾക്കാൻ ശ്രമിച്ചു. അയാൾക്കതത്ര ഇഷ്ടമായില്ല. ചാക്കുണ്ണി അതിൽ മുഴുകിയിരിക്കുന്നത് കണ്ടപ്പോൾ അയാൾ ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രം. മനുഷ്യർ പാട്ട് കേട്ട് സമയം കളയുന്നത് എന്തിനാണെന്ന് ചെമ്പുമത്തായിക്ക് ഒരു കാലത്തും മനസ്സിലായിരുന്നില്ല. നീ പള്ളിയിൽ പോയോ ഇന്ന്? ഇടയ്ക്ക് മത്തായി ചോദിച്ചു. ചാക്കുണ്ണി ഇല്ലെന്ന് തലയാട്ടി. വീണ്ടും റേഡിയോ ശ്രദ്ധിച്ചു. ഞായറാഴ്ച പള്ളിയെ പോണം. മത്തായി ഗുണദോഷിച്ചു. ഈ റേഡിയോ കേൾക്കണ നേരം കുർബാന കേൾക്കാം.
അച്ഛന്മാർക്ക് നമ്മൾ ചെല്ലില്ല എന്നുള്ള പരാതി ഉണ്ടാവരുത്. ചാക്കുണ്ണി ആ പറഞ്ഞത് കേട്ടില്ല. ബാലമണ്ഡലം തീർന്നപ്പോൾ അയാൾ തിണ്ണയിൽ നിന്ന് എഴുന്നേറ്റു. ചാക്കുണ്ണിയുടെ ദയനീയമായ രൂപം കണ്ട ചെമ്പുമത്തായി തുണിസഞ്ചിയിൽ പൊതിഞ്ഞ റേഡിയോ എടുത്ത് ചാക്കുണ്ണിക്ക് നൽകി. ആ തുണിസഞ്ചി തുറന്ന് റേഡിയോ കയ്യിലെടുത്തപ്പോൾ ചാക്കുണ്ണിയുടെ കണ്ണുകൾ വിടർന്നു. അദ്ദേഹം ആ ബാറ്ററി അതിലിട്ട് കുട്ടികളുടെ പാട്ടും താളവും തപ്പും ചേർന്ന ബാലമണ്ഡലം എന്ന പരിപാടി കേട്ടു. ചാക്കുണ്ണിയോട് ചെമ്പുമത്തായി ചോദിച്ചു, ഇതെന്താണ് ചാക്കുണ്ണി? അതായത് കുട്ടികളുടെ പാട്ടാണോ? റേഡിയോ പരിപാടിയൊന്നും ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ കലയോടൊന്നും താല്പര്യമില്ലാത്ത ചെമ്പുമത്തായിക്ക് ആ കേൾക്കുന്നത് എന്താണെന്ന് അറിയില്ല. അത് ബാലമണ്ഡലം എന്ന പരിപാടിയാണെന്നും ഞായറാഴ്ച രാവിലെ അതാ സ്പെഷ്യലാണെന്നും മെല്ലിച്ച ഒച്ചയിലാണ് ചാക്കുണ്ണി പറയുന്നത്. എന്താ മെല്ലിച്ച ഒച്ച? അതായത് ചാക്കുണ്ണിയുടെ ശബ്ദം വളരെ പതിഞ്ഞതായിരുന്നു. എന്തോ ഒരു വിഷമം അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം റേഡിയോ കേൾക്കാൻ വന്നിരിക്കുന്നത്. ചെമ്പുമത്തായി അത് കേൾക്കാൻ ശ്രമിച്ചു. പക്ഷെ അയാൾക്കത് ഇഷ്ടമായില്ല. മനുഷ്യർ പാട്ട് കേട്ട് എന്തിനാണ് സമയം കളയുന്നത് എന്ന് ചെമ്പുമത്തായി ഒരുപാട് ചിന്തിച്ചു. പക്ഷേ അത് എന്തിനാണെന്ന് അദ്ദേഹത്തിന് ഒരു കാലത്തും മനസ്സിലായിരുന്നില്ല. ഭൗതികമായ നേട്ടങ്ങൾ മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്ന ആളുകളുടെ പ്രതിനിധിയാണ് മത്തായി. അതുകൊണ്ട് തന്നെ മത്തായിക്ക് പാട്ട് കേട്ട് സമയം കളയാനൊന്നുള്ള സമയമില്ല. മാത്രമല്ല മത്തായി ചാക്കുണ്ണിയെ ഗുണദോഷിക്കുന്നും കൂടിയുണ്ട്. എന്താണ്? ഞായറാഴ്ച പള്ളിയിൽ പോകണം, റേഡിയോ കേൾക്കുന്ന നേരത്ത് വല്ല കുർബാനയും കേൾക്കാം. അതുകൊണ്ട് പള്ളിയിൽ പോകണം എന്നാണ് മത്തായി ആരോട് പറയുന്നത്? ചാക്കുണ്ണിയോട് പറയുന്നത്. എന്നാൽ ആ പറഞ്ഞതൊന്നും ചാക്കുണ്ണി കേട്ടില്ല. ചാക്കുണ്ണിയുടെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ചിന്തകളായിരുന്നു. ബാലമണ്ഡലം തീർന്നപ്പോൾ അയാൾ തിണ്ണയിൽ നിന്ന് എഴുന്നേറ്റു. റേഡിയോയുടെ പിറകിൽ നിന്ന് അടപ്പൂരി ബാറ്ററികൾ തിരിച്ചെടുത്തു. അതവിടെ ഇരുന്നോട്ടെ ചാക്കുണ്ണിയെ, തിരിച്ചു കൊണ്ടുപോകുമ്പോൾ നിനക്കെടുക്കാലോ. അത് വേണ്ട മൂപ്പരെ, വെറുതെ ഇരുന്നാൽ ബാറ്ററി ചീത്തയാവും. ഒരു കൂട്ടം വെള്ളം വലിക്കും അതിന്ന്, അയാൾ പറഞ്ഞു. ചാക്കുണ്ണി കൊണ്ടുവന്ന ബാറ്ററി റേഡിയോയിൽ നിന്ന് തിരികെ എടുക്കുന്നു. അദ്ദേഹം ആ ബാലമണ്ഡലം പരിപാടി കേട്ടതിന് ശേഷം ബാറ്ററികൾ തിരിച്ചെടുക്കണം. അപ്പോൾ മത്തായി എന്താ പറഞ്ഞത്? അതവിടെ ഇരുന്നോട്ടെ, നിനക്ക് റേഡിയോ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ എടുക്കാലോ, ബാറ്ററി എടുക്കാലോ എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറയുന്നത്, അതായത് ആ റേഡിയോയിൽ ബാറ്ററി കുറേ സമയം ഇരുന്നാൽ അല്ലെങ്കിൽ കുറേ കാലം ഇരുന്നാൽ ആ ബാറ്ററി ചീഞ്ഞ് വെള്ളമൊലിക്കും, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യിക്കണം അല്ലേ. അപ്പോൾ ഇതിവിടെ ഉപയോഗിക്കാതിരിക്കുമ്പോൾ അത് നാശമാകും. അത് മാത്രമല്ല, അങ്ങനെയാവുമ്പോൾ റേഡിയോയും കേടുവരും. ഇതൊക്കെ ചാക്കുണ്ണി മത്തായിക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇത് നീ അടുത്തൊന്നും കൊണ്ടുപോകാനുള്ള പരിപാടി ഇല്ലയെന്ന് സാരം. ആട്ടെ, നാളെ ഞാൻ ആ വഴി വരുന്നുണ്ട്. ഈ അളവിൽ ഒരു കുപ്പായം കൂടി അടിക്കണം. തുണി ഞാൻ എടുത്തു തരാം. തയ്പ്പ് കൂലി പലിശയിലിരുന്നോട്ടെ. നാളെ ഞാൻ കടയിൽ വരില്ല മൂപ്പരെ, കുറച്ച് ദിവസത്തേക്ക് ഞാനില്ല. പടികളിറങ്ങുമ്പോൾ ചാക്കുണ്ണി പറഞ്ഞു. അതെന്തേ? മുറ്റത്തെത്തിയപ്പോൾ ചാക്കുണ്ണി തിരിഞ്ഞു നിന്നു. എൻ്റെ കിടാവ് മരിച്ചു മൂപ്പരെ, ഇന്നലെ. പറ്റാവുന്ന ചികിത്സയൊക്കെ നോക്കി, തമ്പുരാൻ തന്നില്ല. ഇന്നലെ രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ല. അവന് വലിയ ഇഷ്ടമായിരുന്നു ഈ ബാലമണ്ഡലം. അത് കേൾക്കാനാ ഞാൻ വന്നത്. കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമായി. അതിൽ കുട്ടികൾ പാടുകയും ചിരിക്കുകയൊക്കെ ചെയ്യണ്ടല്ലോ. വീട്ടിലാർക്കും അതിന് പറ്റണില്ല. മനസ്സിൻ്റെ കന ഇത്തിരി കുറഞ്ഞത് ഇപ്പോഴാ. അയാൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് തുടർന്നു. എൻ്റെ കണക്കൊക്കെ തെറ്റിയില്ലോ മത്തായി മൂപ്പരെ, ഒക്കെ നിങ്ങൾ എഴുതി വെക്കണം. പിന്നെ മിക്കവാറും ദ്രവിച്ച റബ്ബർ ചെരുപ്പിട്ട് ആണി ബാധിച്ച കാലുകൾ മണ്ണിലൂടെ ഇഴച്ചുകൊണ്ട് അയാൾ തിരിഞ്ഞു നോക്കാതെ നടന്നു. മകൻ്റെ മരണം സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ചാക്കുണ്ണി റേഡിയോയുടെ അടുത്തേക്ക് എത്തുന്നത്. മകൻ്റെ വേർപാട് സൃഷ്ടിച്ച വേദന മനസ്സിൽ തിങ്ങി വിങ്ങുമ്പോഴും ചാക്കുണ്ണി അതൊന്നും ആദ്യം ചെമ്പുമത്തായിയോട് പറയുന്നില്ല. തനിക്കൊരു കുപ്പായം തയ്ക്കണമെന്നും ആ തയ്പ്പ് കൂലി പലിശയിലിരുന്നോട്ടെ എന്നും മത്തായി പറയുമ്പോഴാണ്
ഞാൻ കുറച്ച് ദിവസത്തേക്ക് കടയിൽ വരില്ല എന്ന് ചാക്കുണ്ണി പറയുന്നത്. എന്താണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കിടാവ് മരിച്ചു എന്ന് പറയുന്നു. ഒരുപാട് ചികിത്സ ചെയ്തു, പക്ഷേ എന്നിട്ടും തമ്പുരാൻ തൻ്റെ മകനെ കൊടുത്തില്ല എന്ന് വളരെ വിഷമത്തോടു കൂടി ചാക്കുണ്ണി പറയാണ്. ഒരു യന്ത്രം എന്നതിനപ്പുറം പ്രിയപ്പെട്ട ഒരാളെപ്പോലെ ചാക്കുണ്ണിക്ക് റേഡിയോ ആശ്വാസം പകരുന്നു. മാത്രമല്ല തൻ്റെ മരിച്ചുപോയ മകന് പ്രിയപ്പെട്ടതായിരുന്നു ബാലമണ്ഡലം എന്ന പരിപാടി. ആ പരിപാടി കൂടി കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിന് ആശ്വാസം ലഭിക്കും. അവിടെ നിന്ന് മടങ്ങുമ്പോൾ ചാക്കുണ്ണി എൻ്റെ കണക്കൊക്കെ നിങ്ങൾ എഴുതി വെച്ചോണമെന്നും തൻ്റെ കണക്കൊക്കെ തെറ്റിയെന്നും ചെമ്പുമത്തായിയോട് പറയുന്നു. മാനസികമായി തകർന്ന ചാക്കുണ്ണിയുടെ അവസ്ഥ ഈ ഒരു സംഭാഷണത്തിലൂടെയാണ് കഥാകൃത്ത് വ്യക്തമാക്കുന്നത്. മിക്കവാറും ദ്രവിച്ച റബ്ബർ ചെരുപ്പിട്ട ആണി ബാധിച്ച കാലുകൾ, മണ്ണിലൂടെ ഇഴച്ച് തിരിഞ്ഞു നോക്കാതെ നടക്കുന്ന ചാക്കുണ്ണിയുടെ രൂപം വായനക്കാരുടെ മനസ്സിൽ നീറുന്ന ഒരോർമ്മയായി അവശേഷിക്കുന്നു. സാമ്പത്തികമായ നേട്ടങ്ങൾക്കു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു തലമുറയ്ക്ക് നന്മകളുടെ കെട്ടുറപ്പ് ഉണ്ടാവില്ല. ഈ കഥയിൽ ചെമ്പുമത്തായി ഭൗതികമായ നേട്ടങ്ങൾ മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. കലകളും സാഹിത്യവുമൊക്കെ പരസ്പര സ്നേഹത്തിൻ്റെ, സഹകരണത്തിൻ്റെ സന്ദേശം പകരുന്നവയാണ്. അവ കൂട്ടായ്മയുടെ വേളകൾ സമ്മാനിക്കുന്നതായിരുന്നു. കലകളിൽ നിന്നും പലതരം കൂട്ടായ്മകളിൽ നിന്നും അകലുമ്പോൾ വ്യക്തികളെ, സമൂഹത്തെ ചേർത്ത് നിർത്തുന്ന ഇഴകളാണ് അകന്നു പോകുന്നത്. അതോടെ മാനവിക മൂല്യങ്ങൾ അപ്രത്യക്ഷമാവും. സമ്പത്തിനോടുള്ള ആർത്തിയാണ് പലപ്പോഴും നന്മകളെ കെടുത്തിക്കളയുന്നത് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. നന്മയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടത്. ഈ തിരിച്ചറിവിലേക്ക് നമ്മെ നയിക്കുന്ന കഥയാണ് പണയം.